ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് രാവിലെ കാച്ചിലാണ് പുഴുങ്ങുന്നത്. കാച്ചിൽ പുഴുങ്ങാനായിട്ട് ഇഡലിപ്പാത്രം തീയൊക്കെ കത്തിച്ചു, ഇഡലിപ്പാത്രം അടുപ്പത്ത് വെച്ചു. കാച്ചിൽ നമ്മൾ ഇന്നലെ കാച്ചിൽ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് വന്ന കാച്ചിലാണ്. നീലക്കാച്ചിലാണ്, പക്ഷേ കളറൊക്കെ ഇപ്പോൾ മാറി. നീലക്കാച്ചിൽ എന്ന് പറയുമ്പോൾ ചില കഷ്ണങ്ങൾ ശരിക്കും നീല കളറും ചില കഷ്ണങ്ങൾ ഒരു മഞ്ഞ കൂടിയൊരു കളറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറിച്ച് വെച്ചതുകൊണ്ടാണ് തോന്നുന്നു കളറ് മാറി. കണ്ടോ, ഇപ്പോൾ ഈ ഒരു നീല കളറില്ലേ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നീല കളർ മാറുകയാണ്. അപ്പോൾ നമുക്ക് വേഗം മുറിച്ചിട്ട് കാച്ചിൽ പുഴുങ്ങാനായിട്ട് വെക്കാം. രാവിലെ കഴിക്കാൻ ഇന്ന് കാച്ചിലാണ് കേട്ടോ. കാച്ചിലൊക്കെ നമ്മൾ പറിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പുഴുങ്ങണം. നമ്മളത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറും മാറും, ടേസ്റ്റ് കുറയും കേട്ടോ. പക്ഷെ ഇന്നലെ പായസം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പുഴുങ്ങണം എന്ന് വിചാരിച്ചാണ്, പക്ഷേ പറ്റിയില്ല, പുഴുങ്ങാൻ പറ്റിയില്ല. എന്നാലും ഇന്ന് പുഴുങ്ങാം. അത്യാവശ്യം തണുപ്പുണ്ട്. എൻ്റെ വായിക്കൂടെ പുകയൊക്കെ വരുന്നുണ്ട്. ഒന്ന് തണുപ്പ് ചെറുതായിട്ട് കുറഞ്ഞായിരുന്നു. രാത്രിയൊക്കെ നമ്മൾ സാധാരണ തണുപ്പ് ഇത്തിരി മാറിയിട്ടുണ്ട്. കുഞ്ഞിനെ അംഗൻവാടിയിൽ വിടണം. പിന്നെ നമുക്ക് പോകാനുള്ള കുറേ കാര്യങ്ങൾ റെഡിയാക്കി വെക്കാനുണ്ട്. നല്ല നീല കളറുണ്ട് കേട്ടോ, പക്ഷെ പുറം ഭാഗത്തിന് നീലയില്ല. കുറച്ച് കഴിയുമ്പോൾ നീല കളർ മാറുക. പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. എന്തൊക്കെ എടുത്തു വെക്കണം, എങ്ങനെ എടുത്തു വെക്കണം, ഒന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഒരു തരത്തിലുള്ള നമ്മളിതുവരെ അങ്ങനെ ഇത്ര ദൂരത്തോട്ടൊന്നും പോയിട്ടില്ല. ഒരു 6 ദിവസത്തേക്കുള്ള ട്രിപ്പാണ്. അത്രയും ദിവസത്തേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. 6 ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം ഒരു 8 ദിവസത്തോളം വരും കേട്ടോ. നമ്മൾ എറണാകുളത്ത് വന്നിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റിനാണ് പോകുന്നത്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷദ്വീപിനാണ് കേട്ടോ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. ലക്ഷദ്വീപിനാണ് നമ്മൾ പോകുന്നത്. ചെറിയ ഫ്ലൈറ്റാണ്, എന്നാലും നമ്മൾ ഫ്ലൈറ്റ് കയറണമെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് എത്തണം. അപ്പോൾ മൊത്തം നമുക്ക് എങ്ങനെ പോയാലും ഒരു 7-8 ദിവസത്തോളം പോകും കേട്ടോ. അപ്പോൾ നമ്മൾ 8 ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. നമ്മൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാതെ മാക്സിമം സാധനങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടെന്ന് കേട്ടോ അവിടെ പറഞ്ഞത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ ചൂടനുസരിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അട്ടപ്പാടിയിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് പുറത്തെ ചൂട് തന്നെ സഹിക്കാനായിട്ട് പറ്റാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ ലക്ഷദ്വീപിൽ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. കുഞ്ഞിന് ഫുള്ള് നിക്കറും ടീഷർട്ട് അങ്ങനത്തെയൊക്കെ എടുത്തേക്കുന്നത്. ഞാൻ ഫുള്ള് ജീൻസും ടോപ്പും എടുത്തേക്കുന്നത്. ഉണ്ണിയേട്ടന് ഷോർട്ട്സും ടീഷർട്ടും തന്നെയായിട്ട് എടുത്തിരിക്കുന്നത്. എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മളിപ്പോൾ അങ്ങനെ അധികം ദിവസത്തേക്കൊന്നും ഇതുവരെ ട്രിപ്പ് പോയിട്ടുമില്ല കേട്ടോ. ഞങ്ങൾ തന്നെ പോയിട്ടില്ല. പിന്നെ കുഞ്ഞിനെയും കൊണ്ട് ഇത് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ കാച്ചിൽ കഴുകിയിട്ട് നമുക്ക് പുഴുങ്ങാൻ വെക്കാം. ഇതിൽ നമ്മൾ മഞ്ഞളും തേങ്ങയൊക്കെ വെയിലത്ത് വന്നിട്ട് ഉണക്കാൻ വെക്കാനുണ്ടേ. പിന്നെ അത് കഴിയുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് കുഞ്ഞിനെ അംഗൻവാടിയിൽ കൊണ്ടുവിടണം. കാച്ചിലപ്പോൾ നമ്മളിത് പുഴുങ്ങാനായിട്ട് വെക്കുകയാണ് കേട്ടോ. നമ്മൾ കാച്ചിൽ പുഴുങ്ങാനായിട്ട് ഇഡലിപ്പാത്രത്തിൽ തട്ടിലാണ് വെക്കുക. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് അപ്പോൾ ഉപ്പ് പിടിക്കുകയെന്ന്. ഒന്ന് ആവി കയറി വരുമല്ലോ, നന്നായിട്ട് അടച്ചു വെച്ച് ആവി കയറി കഴിയുമ്പോൾ ഉപ്പ് മുകളിൽ കൂടെ ഇടും. അപ്പോൾ ആവി വെള്ളത്തിൽ കൂടെ ഉപ്പ് ഫുള്ള് കാച്ചിലിൻ്റെ എല്ലാ ഭാഗത്തും എത്തും. ഒരു സൈഡിൽ ഉപ്പ്, ഒരു സൈഡിൽ ഉപ്പില്ല, അങ്ങനെ വരത്തില്ല കേട്ടോ. എല്ലാ സൈഡിലോട്ടും ഉപ്പെത്തിക്കോളും. വെള്ളത്തിലിട്ട് പുഴുങ്ങുന്നതിനെക്കാട്ടും നല്ലത് എപ്പോഴും ആവിയിൽ വെച്ച് പുഴുങ്ങുന്നതല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ആവിയിൽ വെച്ച് കാച്ചിൽ പുഴുങ്ങിയെടുക്കുന്നത്. ഒരുപാട് വെന്തിങ്ങനെ ഉടഞ്ഞ് വെള്ളത്തോടെ ആകുമ്പോൾ ഇങ്ങനെ ഒടഞ്ഞു പോലെ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. എന്തോ ആര് കൊണ്ടുപോയി കുഞ്ഞിന്റെ മുറ്റത്ത്? തണുപ്പ് പഠിക്കാൻ വേണ്ടി ആരെ കുഞ്ഞിനെ മുറ്റത്ത് കൊണ്ടുപോയേ? ഇത് കാച്ചില് ഇതാ അടച്ചു വെക്കാൻ കേട്ടോ. പിന്നെ ഇന്നൊന്ന് ആവി കയറട്ടെ. ആവി കയറുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവേ. ഇതാ പോയി അച്ഛമ്മ പോയി, കുഞ്ഞും പൊക്കോ അച്ഛമ്മയുടെ. നമുക്ക് തേങ്ങ എടുത്ത് ഉണക്കാനിടാം കേട്ടോ. ആദ്യത്തെ ഒരു സെക്ഷൻ തേങ്ങ ഉണങ്ങി ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ സെക്ഷനാണ്. ഇത് ശരിക്കും ഉണങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ തൊട്ടടുത്തുള്ള ചേട്ടൻ്റെ ടെറസിലാട്ടോ കൊണ്ടിടുന്നത്. ഇവിടെയാണെങ്കിൽ കുറച്ച് വെയിൽ കിട്ടും. നമ്മുടെ വീടിൻ്റെ മുകളിൽ അത്ര വെയിൽ കുറവാട്ടോ. അവിടെ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് കുറേ മരത്തിൻ്റെ ചോലയൊക്കെ വെട്ടി ബാക്ക് സൈഡിൽ നിന്ന്. ഫ്രണ്ടിൽ നമ്മൾ വെട്ടിയിട്ടില്ല. ഫ്രണ്ടിൽ നിന്ന് വെട്ടിക്കഴിഞ്ഞാലേ ചിലപ്പോൾ നല്ല വെയിലാണ്. ഇനി വേനൽക്കാലമല്ലേ, നമുക്ക് വീടിനുള്ളിൽ നിൽക്കാൻ പറ്റാത്ത പോലെ ചൂടായി തുടങ്ങും. തേങ്ങ നിരത്തിയിടാം. ഇവിടെ ആകുമ്പോൾ രാവിലെ വെയിൽ വരും, വൈകുന്നേരം വരെ വെയിൽ കിട്ടും കേട്ടോ. നമ്മുടെ വീട്ടിൽ വെയിൽ വരുമ്പോൾ തന്നെ ഒരു സമയമാവും. ഇവിടെ കുറച്ചുകൂടി തെളിഞ്ഞ സ്ഥലമുണ്ടോ. താഴോട്ട് ഒരു മലയില്ല, അക്കരെ വീടുകളൊക്കെ കാണാം. നമ്മുടെ വീട്ടിൽ നോക്കി അങ്ങനെ കാണത്തില്ല. നമ്മുടെ കണ്ടത്തിലാണെങ്കിലും കവുങ്ങും മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുവിധം അങ്ങോട്ട് ഉണങ്ങി. തേങ്ങയുടെ ഉണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇങ്ങനെ ഒടിക്കുന്ന സമയത്ത് വേഗം ഒടിഞ്ഞു വരണം, അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. നന്നായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞ് കിട്ടണം കേട്ടോ. അമ്മ ഇനി ഞങ്ങൾ ഇപ്പം വീഡിയോ എടുക്കാൻ വന്നേക്കുന്നതുകൊണ്ടേ ഇനി ഞങ്ങളുടെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അമ്മയ്ക്ക് മുളക് നിരത്താൻ കേട്ടോ. ഇനിയിപ്പോൾ അമ്മ മുളക് നിരത്താനായിട്ട് പോകും. പെണ്ണിനെ അപ്പോഴത്തേക്ക് കുളിപ്പിച്ച് റെഡിയാക്കണം, അംഗൻവാടിയിൽ വിടണം. ഈ സമയമാകുമ്പോഴത്തേക്ക് അമ്മ വന്ന് മുളകും കൂടെ നിരത്തും. ഇവിടെ നിരത്തുന്നുണ്ട് കേട്ടോ മുളക്. ഇവിടെ കുറച്ച് സ്ഥലത്ത് നമ്മൾ തേങ്ങയും മഞ്ഞളും ഇടുന്നുണ്ട്. മഞ്ഞൾ കുറച്ചേ ഉള്ളൂ, ഒരു കൊട്ടം മഞ്ഞളുണ്ടായിരുന്നു, പക്ഷെ അതിങ്ങനെ ഉണങ്ങി വരുമ്പോഴത്തേക്ക് ഇച്ചിരി മഞ്ഞളേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ ആ കാച്ചിൽ അരിഞ്ഞില്ല ഒരു കൊട്ട, ആ ഒരു കൊട്ടയ്ക്ക് ഒറ്റ കൊട്ട മഞ്ഞളുണ്ടായിരുന്നതാണ് കേട്ടോ. ഉണങ്ങി വന്നപ്പോഴത്തേക്ക് ഇതാ ഇത്ര മഞ്ഞളേ ഉള്ളൂ. മഞ്ഞൾ അതുപോലെയാണ്, മഞ്ഞൾ നമ്മൾ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചെങ്കിലും മഞ്ഞൾ കിട്ടത്തുള്ളൂ. ഇതിൻ്റെ തട ഇനി വീട്ടിലുണ്ട് കേട്ടോ. മഞ്ഞളുടെ തട കുറച്ചുകൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഉണക്കാനായിട്ട് ഇടുവേ, അത് വേറെ ഇടുക. അത് കുറച്ചുകൂടെ കട്ടിയുള്ള സാധനം ആയതുകൊണ്ട് കുറച്ചുകൂടെ ഉണക്കതിന് വേണം. ഇതിപ്പോൾ കുറച്ച് മഞ്ഞളേ ഉള്ളൂ. മഞ്ഞൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ചെറുതായിട്ട് സാധാരണ മഞ്ഞൾ എല്ലാവരും പൊടിക്കാറ് മഞ്ഞൾ പുഴുങ്ങിയിട്ട് വെയിലത്തിട്ട് ഉണക്കി എന്തെങ്കിലും ഇട്ട് തിരുമ്മി അതിൻ്റെ പുറത്ത് തോലൊക്കെ പോയിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയാണ് സാധാരണ പൊടിക്കാറ്. പക്ഷെ അല്ലാതെ മഞ്ഞൾ പച്ചയ്ക്ക് അരിഞ്ഞ് ഉണക്കി പൊടിച്ചാലും മഞ്ഞളിന് ഒരു പ്രശ്നമില്ല. സാധാ മഞ്ഞൾപ്പൊടി തന്നെ കുറച്ചുകൂടെ കളറ് കിട്ടുന്ന സിന്ധു ചേച്ചിയൊക്കെ പറഞ്ഞിട്ട്, സിന്ധു ചേച്ചിയൊക്കെ അങ്ങനെ പൊടിച്ചത് നമ്മൾ ആ മഞ്ഞൾപ്പൊടി കുറച്ച് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് മഞ്ഞൾപ്പൊടി കഴിഞ്ഞപ്പോൾ നല്ല മഞ്ഞൾപ്പൊടി, ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മൾ വിചാരിച്ചെന്നാൽ പുഴുങ്ങണ്ട, നമുക്ക് അരിഞ്ഞിട്ട് ഉണക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ടാണ്. ഒരു പ്രശ്നമില്ല, സാധാ മഞ്ഞൾപ്പൊടി തന്നെയാണ്. അപ്പോൾ എന്തായാലും മഞ്ഞൾ ഉണക്കാനിട്ടു, 2 പണി ലാഭം. ഇത് കുറച്ച് നേരം ഇരുന്ന് നന്നായിട്ട് തീയൊക്കെ കത്തിയിട്ടുണ്ടായിരുന്നു. ഇതപ്പോൾ നന്നായിട്ട് വാടിയിട്ടില്ല, ആവി കയറിയിട്ടുണ്ട്. കാച്ചിലും അത്യാവശ്യം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് പൊടിയാണ്, അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തൂകി കൊടുക്കുക. ഇത് നമുക്കിത് അടച്ചു വെക്കാവേ. ഒന്ന് ആവി വെള്ളം കയറുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ കാച്ചിൽ നന്നായിട്ട് പിടിക്കും കേട്ടോ. നമ്മൾ ഇപ്പം തേങ്ങ നിരത്തിയില്ലേ, അപ്പോൾ അവിടെ തന്നെ ചക്ക ഉണ്ട് കേട്ടോ. 2-3 ചക്ക. നമ്മുടെ ഇവിടെ ചക്ക സീസൺ അല്ല, ഇപ്പോൾ ചക്ക ആവില്ല. ചക്ക ആവണമെങ്കിൽ ഈ ഒരു പരുവ, ആ കുഞ്ഞു ചക്ക ഉണ്ടോ, ആ കുഞ്ഞു പരുവാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ചക്കയുടെയൊക്കെ ഒരു പരുവെന്ന് പറയണേ. ഇതെന്തോ നേരത്തെ ഉണ്ടായ ചക്കയാണ്. അപ്പം നമ്മൾ ഈ ചക്ക ഇട്ടോളാൻ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരാരും ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നു ചേട്ടനാണ്, ചേട്ടൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി അവരൊക്കെ ബോംബെയിലാണ്. അപ്പോൾ ചേച്ചി പോയപ്പോൾ പറഞ്ഞ് ചക്ക ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ചക്ക ഇടാം. നമ്മൾ എന്തായാലും ലക്ഷദ്വീപിൽ പോകുന്നുണ്ട്, അപ്പോൾ കുറച്ച് ചക്ക എടുത്ത് വറുത്ത് നോക്കുക. കുഞ്ഞിനിടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചെടുത്ത് വറക്കുക, ബാക്കിയുള്ളത് നമുക്ക് പുഴുങ്ങാട്ടെ, ചക്ക പുഴുക്ക് ഉണ്ടാക്കാവേ. ചക്ക ഇടാനായിട്ട് ഇത്തിരി ബാത്റൂമിൻ്റെ മുകളിലാട്ടോ കയറി നിൽക്കുന്നത്. അതാണ് ചക്ക ഇത്ര അടുത്ത് കിട്ടിയത്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള പ്ലാവാണ്. അപ്പോൾ നമുക്ക് ചക്ക ഇടാവേ. ഇതാ പിരിച്ച് ഒടിച്ചെടുത്തിട്ടുണ്ട് ചക്ക കറ ഒറ്റുന്നുണ്ട്, എൻ്റെ പാവാടയിലൊക്കെ ആവും. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ട് ഒന്ന് കറ പോട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞിനെയൊക്കെ റെഡിയാക്കി വിടാവേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചക്കപ്പുഴുക്കും ചക്ക വറക്കുകയൊക്കെ ചെയ്യാം.
നമുക്കിതാ നമ്മുടെ കാച്ചിലെടുത്തിട്ടുണ്ട്, മുളക് ചതച്ചത് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഉണക്കമീൻ വറുത്തതും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണേ. പിന്നെ 2 മുളക് വറുത്തതും കൂടെ എടുക്കുന്നുണ്ട്. നല്ല ചൂടാട്ടോ, കൈ പൊള്ളണം. കാന്താരി എടുക്കാവേ. ഉണക്കമീനും കൂടെ വെച്ചിട്ട് ഇതാ കഴിക്കാനായിട്ട് പോവാ. നല്ല ചൂടാ. അടിപൊളിയുണ്ട്. നല്ല എരിവുള്ള കാന്താരി ചമ്മന്തിയും മുളക് വറുത്തതും മീൻ വറുത്തതും അതിൻ്റെ കൂടെ നല്ല ചൂടുള്ള കട്ടൻ ചായ. മൺഗ്ലാസ്സിൽ ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിലേ ആ ഒരു മണ്ണിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, മൺചട്ടിയുടെ ഒരു മണം, അത് നന്നായിട്ട് വരും കേട്ടോ. ഒരു പ്രത്യേക രസമാണേ. അപ്പം ഇനി കഴിക്കട്ടെ. കഴിച്ചിട്ട് നമുക്ക് പോയിട്ട് തഴ വെട്ടാം കേട്ടോ. പായ ഉണ്ടാക്കാനായിട്ട് തഴ വെട്ടിയിട്ട് വരാം. എൻ്റെ ഈ പുറകിൽ നിൽക്കുന്ന ഈ മുള്ളു ചെടി എന്താണെന്നറിയാവോ? പൈനാപ്പിളിൻ്റെയൊക്കെ ഒരു ഓല പോലെയൊക്കെയുള്ള ഒരു ഓലയാണിത്. ഇത് ഏകദേശം ഉള്ളു, പക്ഷേ ഭയങ്കര വലുപ്പത്തിൽ നല്ല നീളത്തിലുള്ളൊരു ഓലയാണ്. നമ്മുടെ കേരളത്തിലൊക്കെ പണ്ട് കാലത്ത് ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ പായ നെയ്യുമായിരുന്നു. നിലത്തിരിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാം നമുക്ക് നിലത്തിടാനൊക്കെ ആയിട്ട് ഓരോ ഭാഗത്ത് എന്താണോ ലഭ്യമായിട്ടുള്ള അത് വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ തഴ വെച്ചിട്ട് പായ നെയ്യുമായിരുന്നു കേട്ടോ. ഇത് തഴയാണ്. ഈ തഴയുടെ 2 സൈഡിലും മുള്ളുണ്ട്, അതുപോലെ തന്നെ നടുഭാഗത്തായി പുറകിലായിട്ട് മുള്ളുള്ളൊരു സാധനമാണ്. സൂക്ഷിച്ച് വെട്ടിയെടുത്തില്ലേ കയ്യിലൊക്കെ മുള്ള് കയറും. ഇതിൻ്റെ പുറകു സൈഡിൽ താഴ്ഭാഗത്തായിട്ട് മുള്ളുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചത് വെട്ടിയെടുത്ത് അത് നമ്മളൊരു പാളയിലാക്കി വീട്ടിൽ കൊണ്ടുപോയിട്ട് മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞ് പിന്നെ ഇത് റൗണ്ടായിട്ട് ചുറ്റി നമ്മൾ ഉണക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ പായ നെയ്തെടുക്കുക. 2 സൈഡിലത്തെ മുള്ളും താഴോട്ടാട്ടോ വളർന്നു വന്നിരിക്കുന്നത്. എന്നാൽ ബാക്ക് സൈഡിലായിട്ട് നടുഭാഗത്തായിട്ട് വേറൊരു മുള്ളുണ്ട്, അത് മുകളിലോട്ടുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ പിടിച്ചാലും നമ്മുടെ കയ്യിൽ കുത്തും കേട്ടോ. ശ്രദ്ധിച്ച് ചെത്തിയെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൈ ഫുള്ള് മുറിയുവേ. രണ്ട് മൂന്ന് കുത്ത് കിട്ടി തഴ വെട്ടിയെടുക്കുമ്പോൾ പണ്ടുള്ളവരൊക്കെ ഇതെങ്ങനെ വെട്ടിയെടുക്കുന്നതെന്ന് അറിയില്ല. പണ്ട് അമ്മച്ചിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ തഴേനെ വെച്ച് കമ്പയർ ചെയ്യുക, എന്താ പറയുക, ഒരു ഉദാഹരണം പോലെ പറയൂ കേട്ടോ. ഓരോരുത്തരുടെ സ്വഭാവം, നമുക്ക് മേപ്പോട്ട് ഒഴിയാൻ പറ്റില്ല, താഴോട്ട് ഒഴിയാൻ പറ്റില്ല എന്ന്. തഴയുടെ മുള്ള് താഴോട്ടും മേലോട്ടും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമുക്ക് ഒരു സൈഡിലോട്ട് ഇതൊന്നും പിടിക്കാനോ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. 2 സൈഡിലോട്ടും മുള്ള് നിൽക്കുന്നതുകൊണ്ട് ഒരു കൈ 2-3 കുത്തിയിട്ടോ ചോരയും വരുന്നുണ്ട്. എന്തായാലും കുറച്ച് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. നിറയെ മുള്ളാണ്, വെട്ടിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുഞ്ഞിനെ റെഡിയാക്കിയാൽ പിന്നെ അംഗൻവാടിയിലോട്ട് കൊണ്ടുപോകാണ് കേട്ടോ. ആദ്യത്തെ 2-3 ദിവസം ആൾ ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു, വിട്ടിട്ട് നമുക്ക് കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അത് കരച്ചിലിൻ്റെ ഇത് കുറഞ്ഞു കേട്ടോ. ടീച്ചറല്ലെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് കരയും. ഇപ്പോൾ അവിടെ എത്തി കഴിയുമ്പോൾ തന്നെ ടാറ്റ എന്ന് അമ്മ വീട്ടിലോട്ട് പൊക്കോളാൻ പറയും. ഒരു പ്രശ്നമില്ല കേട്ടോ. അംഗൻവാടി പോകണമെന്ന് രാത്രിയും പറയും, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ പറയും എനിക്ക് അംഗൻവാടി പോകണമെന്ന്. ചില ദിവസം എങ്ങാനും പോകണില്ല എന്ന് പറഞ്ഞാലേ ഉള്ളൂ, പക്ഷേ കരച്ചിലൊന്നുമില്ല. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോകുന്നത്. അധികം കുട്ടികളുമില്ല. മിക്കവാറും ഒരു കുട്ടി ഉണ്ടാവാറുള്ളൂ, ചില ദിവസങ്ങളിൽ മാത്രമേ 2 കുട്ടികൾ ഉണ്ടാവാറുള്ളൂ കേട്ടോ. എന്നാലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചറുടെയൊക്കെ ഒരു ഇതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ചിലപ്പം എന്നും കരച്ചിലായിരിക്കുന്ന അംഗനവാടി പോയിട്ട് വരാ പറ. അംഗനവാടി പോയിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമുക്ക് സാറ്റ് കളിക്കാൻ എന്താ കണ്ടാ പറഞ്ഞത്. അപ്പം എന്തെല്ലാം ടാറ്റ കൊടുക്കും, ഒരു ഉമ്മ. ശരി, നമുക്ക് പോവാമേ. ഇവിടെ കൈവെക്ക്, തലയിടിക്കും. പോവാ. ടാറ്റ കൊടുക്ക, അച്ചയ്ക്ക് ടാറ്റ കൊടുക്ക.
നമുക്ക് താഴെ ഇനി വാടുന്നതിന് മുന്നേ തന്നെ താഴെയുടെ മുള്ളൊന്ന് കളയാം കേട്ടോ. ഞാൻ ഡ്രസ്സ് മാറി, പക്ഷെ ഡ്രസ്സിലൊക്കെ കുത്തി വലിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നാശമായി പോയിട്ട് ഡ്രസ്സും പോകും. പിന്നെ ഈ ചക്കയൊക്കെ അല്ലേ വെട്ടാനുള്ളത്, അതുകൊണ്ട് മൊത്തത്തിൽ നമ്മുടെ പാവാട പോവും. ഈ ടീഷർട്ട് പിന്നെ പോയതാണ്, മൊത്തത്തിൽ പോയതാണ്. ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ടീഷർട്ട്. ജീൻസിൻ്റെ കൂടെ ഒരുപാട് ഇട്ടിട്ടുള്ളതാണ്. പിന്നെ കളർ പിടിച്ച് വൈറ്റ് കളറൊക്കെ മാറി ഒരുമാതിരി കളറായിട്ടുണ്ട്. മുള്ള കുത്തിക്കഴിഞ്ഞാൽ നല്ല വേദന കേട്ടോ, നല്ല മുള്ളുണ്ട്. നമുക്ക് ആദ്യം ഒരു സൈഡ് ഫുള്ളങ്ങ് ചെത്തി കളഞ്ഞിട്ട് പിന്നെ അടുത്ത സൈഡ് ചെത്താവേ. അത്യാവശ്യം നല്ല കട്ടിയുള്ള സാധനമാണ് കേട്ടോ ഈ താഴ, അതുകൊണ്ട് തന്നെ നെയ്താ നിൽക്കുന്നതും. നല്ല നീളമുള്ള ഓല കിട്ടിയിട്ടുണ്ട്. മൂത്താണെങ്കിൽ അത്യാവശ്യം നല്ല നീളമുള്ളത് കിട്ടും. പിന്നെ എവിടെയെങ്കിലും വെച്ച് കേട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് അത് നിർത്തും കേട്ടോ, ബാക്കി വെട്ടിക്കളയും. പിന്നെ മൊത്തം എടുക്കാനായിട്ട് നിൽക്കില്ല. കുഞ്ഞിനെ ആദ്യം അംഗൻവാടി കൊണ്ടുപോയ സമയത്ത് ഞങ്ങൾക്ക് ഇത്തിരി സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ ദിവസം ചെറുതായിട്ടൊന്ന് കരഞ്ഞു. രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് കരച്ചിൽ ഇത്തിരി കൂടി. മൂന്നാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് വിട്ടിട്ട് പോകുന്നു പേടിച്ചിട്ട് നമ്മുടെ ദേഹത്തുനിന്ന് ഇറങ്ങാതെ അങ്ങനെ കരയാനൊക്കെ തുടങ്ങിയായിരുന്നേ. പക്ഷെ പിന്നെ ഒരു 3-4 ദിവസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വേഗം മടിയിൽ നിന്നൊക്കെ ഇറങ്ങി അമ്മ പൊക്കോളാനൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അത്ഭുതമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അതിന് മുന്നേ ഒരു കരച്ചിലുള്ള ആൾ പിന്നെ പെട്ടെന്ന് അമ്മ പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആറ്റിയൊക്കെ തന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു അത്ഭുതമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ ഇപ്പോൾ രാത്രിയൊക്കെ പറയും എനിക്ക് അംഗൻവാടി പോകണം. ഒരു ദിവസം കരയണേൻ്റെ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ അംഗൻവാടിയിൽ പോകാൻ ഒരു മടിയില്ല. ഇപ്പോഴൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് ടാറ്റയും തന്ന അമ്മ പൊക്കോളാൻ പറയും. വേറെ വർത്താനവും കാര്യങ്ങളൊന്നുമില്ല, വേഗം ടാറ്റയും തരും, അമ്മ പൊക്കോന്ന് പറയും, പറഞ്ഞു വിടും. നല്ല മൂർച്ചയുള്ള കത്തി, അതുകൊണ്ട് ചെരിഞ്ഞു പോകും ചെത്തുമ്പോൾ. കുറേ ഭാഗം കയറിപ്പോയി, സൂക്ഷിച്ചെത്തട്ടെ. വേനൽക്കാലം ആയപ്പോഴത്തേക്കും ഈ ഒരു സമയത്ത് ഒരുപാട് കിളികളുണ്ട് കേട്ടോ. എപ്പോഴും നമ്മുടെ വീടിൻ്റെ പരിസരത്തും വീടിൻ്റെ മുറ്റത്തും അവിടെ ഇവിടെയൊക്കെ ഫുള്ള് കിളികളാണ്. നമുക്ക് പേരൊക്കെയാണ്, അങ്ങനെ സാധനങ്ങളൊന്നും കിട്ടത്തേനില്ല. ഒരുപാട് കിളികളുണ്ട്. ഇപ്പോൾ തന്നെ കരയുന്നുണ്ട്. നമ്മുടെ സിറ്റൗട്ടിലൊരു കിളി കയറിയിരിപ്പുണ്ട്. നമ്മുടെ കട്ടിലില്ലേ സൈഡിലിട്ടേക്കുന്നത്, അതിൻ്റെ അകത്ത് 2-3 കിളികളുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഒരുപാട് കിളികൾ ഈ സമയത്തുണ്ട്. കാക്ക മാത്രം ഇവിടെ ഇല്ല, കാക്ക ഭയങ്കര കുറവ്. പണ്ടൊക്കെ ഇങ്ങനെ കാക്കേനെ കാണും, ഇടയ്ക്കെങ്കിലും കാക്ക ഉണ്ടായിരുന്നു. നല്ല ദിവസം ഓരോ കാക്ക 2 കാക്കേനെ കാണുമായിരുന്നു. ഇപ്പോൾ കാക്കേനെ മാത്രം കാണലേ ഇല്ല. കാക്ക ഇങ്ങോട്ട് വരൽ തന്നെ ഇല്ല, ഇപ്പോൾ ഒട്ടും വരാറില്ല. കാക്കയുടെ കരച്ചിലോ ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ തന്നെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാമല്ലോ, കാക്ക കയറിയാൽ അങ്ങനെ കേൾക്കാറില്ലല്ലോ. ഇന്ന് രാവിലെ ആകാശത്തു കൂടെ ഇങ്ങനെ കാക്ക പറന്നുകൊണ്ട് കരഞ്ഞിട്ട് ഇങ്ങനെ പോകണ കണ്ടു കേട്ടോ. അല്ലാതെ കാക്ക അങ്ങനെ വരാറേ ഇല്ല ഇപ്പോൾ ഇങ്ങോട്ടൊന്നും. നമ്മളിതാ 2 ഓല എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. ഒരു ത്രികോണം പോലെ ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും 2 ഓല എടുക്കുക. ചുറ്റിക്കഴിയില്ലേ ലാസ്റ്റ് ഈ ഭാഗം ഇതാ അവിടെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ചുറ്റുക കേട്ടോ. ഇങ്ങനെ ചുറ്റി ഒരു 6 ദിവസം 7 ദിവസത്തോളം ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ നെയ്തെടുക്കുന്നത്. ഇതേപോലെ ഇനി വീണ്ടും ചുറ്റിയെടുക്കുക. ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് 2 എടുത്തിട്ടാട്ടോ ചുറ്റുന്നത്.
കറക്റ്റായിട്ട് ഇതേപോലെ ചുറ്റി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ഓല ഇതേപോലെ ചുറ്റി നമുക്ക് എടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് തണലത്ത് ആട്ടോ വെച്ചിരിക്കുന്നത്. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിയെടുക്കലൊക്കെ ഇച്ചിരി പാടായിരിക്കും. നമുക്ക് പായ നെയ്യുന്നതിൻ്റെ വീഡിയോ നമുക്ക് ഇനി പിന്നെ എടുക്കാം കേട്ടോ. പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെ പായ നെയ്യുന്നതെന്നുള്ളത്. താഴെ ചുറ്റിക്കെട്ടി വെച്ചിട്ടാണ് നമുക്ക് ഇനി ഒന്ന് ഉണക്കിയെടുക്കണത്. അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഇനി രണ്ടെണ്ണം കൂടെ ചുറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ലെവലാക്കി അതും കൂടെ ചുറ്റിയിട്ട് നമുക്ക് ഇതിഞ്ഞോ അങ്ങനെ വെച്ചൊന്ന് ഉണക്കിയെടുക്കണത്. ചക്ക വെട്ടാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മളിവിടെയൊക്കെ കോടാലി വെച്ചിട്ടാണ് ചക്ക വെട്ടാറ്. ഇങ്ങനെ ആകുമ്പോൾ ഒരുപാട് ചക്കയിൽ വെട്ടേണ്ടി വരില്ല. ഞാൻ ആദ്യം തോല് മാത്രം ഒന്ന് വെട്ടിയിട്ട് ഉള്ളിൽ കത്തിയെടുത്ത് മുറിച്ചെടുത്താലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ഇത്തിരി മൂപ്പ് കുറഞ്ഞ ഇതായതുകൊണ്ട് അങ്ങനെ പറ്റുന്നില്ല. അപ്പം നന്നായിട്ട് ഒരു ആഞ്ഞ് വെട്ടിയാൽ ഇത്തിരി നന്നായിട്ട് ഒന്നുകൂടെ ആഞ്ഞ് വെട്ടുവാണെങ്കിൽ അപ്പം തന്നെ രണ്ടായിട്ട് പൊളർന്ന് കിട്ടും കേട്ടോ. അങ്ങനെ അത്ര ആഞ്ഞല്ല വെട്ടിയത്. അതുകൊണ്ട് തന്നെ പിന്നെ കത്തി വെച്ചിട്ട് കോടാലി കയറുമ്പോൾ തന്നെ ഒരു കുറച്ച് ഗ്യാപ്പ് വരുമല്ലോ. ആ ഗ്യാപ്പിൽ കൂടെ നമ്മൾ കത്തി വെച്ചിട്ടൊന്ന് വലിഞ്ഞ് അതൊന്ന് മുറിച്ചെടുത്താൽ മതി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ചക്ക മൂത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് മൂത്ത് കിട്ടുന്നതാണ് വിചാരിച്ചത്. മൂത്ത ചക്കയാണെന്ന് വിചാരിച്ചത് കേട്ടോ. ചക്ക വെട്ടിയെടുത്തപ്പോൾ ചക്ക പിഞ്ച് ചക്ക കേട്ടോ. മൂത്തിട്ടില്ല, വലിപ്പം മാത്രമേ ഉള്ളൂ, തീരെ മൂത്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞ് പുഴുങ്ങാം കേട്ടോ. വറക്കാനും കൂടെ വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷെ വറക്കാൻ സുഖം ഉണ്ടാവില്ല, തീരെ പിഞ്ചായതുകൊണ്ടേ. ചക്ക ഞാൻ വെട്ടുന്ന സമയത്ത് ചക്കയുടെ മുകൾ ഭാഗവും താഴ്ഭാഗവും ചെത്തിക്കളയുവേ. അപ്പോൾ എന്നിട്ട് പിന്നെ ചക്ക അതിൻ്റെ ബാക്കി വൃത്തിയാക്കി എടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും പിഞ്ച് ചക്കയും കൂടെ ആയതുകൊണ്ട്, പഴുത്താണെങ്കിൽ അല്ല, നമ്മുടെ ഈ മൂക്കാത്തതോ അല്ലെങ്കിൽ പുഴുങ്ങാനുള്ള ചക്കയൊക്കെ ഇങ്ങനെ ചെത്തിയെടുത്തിട്ട് പിന്നെ വൃത്തിയാക്കുക ചെയ്യാം. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് പറിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് സമയം എടുക്കും. നമ്മൾ വേഗം പണി നടക്കുവേ. അതിൻ്റെ താഴ്ഭാഗം ഒന്ന് ചെത്തിക്കളയും. ചക്ക ഫുള്ള് വൃത്തിയാക്കി എടുത്തു. ഒരു വിരലിൻ്റെ വണ്ണമുള്ള ചക്കയാണ് കേട്ടോ. ഒറ്റ വിരലിൻ്റെ വണ്ണേ ഉള്ളൂ, തീരെ ചെറിയ ചക്കയായിപ്പോയി. അതൊന്ന് ഫുള്ളൊന്ന് വൃത്തിയാക്കി എടുക്കാൻ തന്നെ കുറേ സമയം എടുത്തിട്ട് ഇപ്പം ഒരു 5-6 ചുള ഒരുമിച്ച് പിടിച്ചിട്ടാണ് ഈ അരിയണത്. അത്ര കട്ടി കുറവാണ് കേട്ടോ. 5-6 ചുളയൊന്നുമല്ല, 1 2 3 4 5 6 7 8 9 ചുളയുണ്ട് കേട്ടോ. ഇതിനകത്ത് കുഞ്ഞു ചുളകളാണ്. അപ്പോൾ ചെറുതായിട്ട് മാക്സിമം കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുക. കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, അപ്പം ഇങ്ങനെ കുടഞ്ഞെടുക്കുക. അതൊരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ വേവാത്ത കപ്പയൊക്കെ നമ്മൾ ഭയങ്കര ഇങ്ങനെ വേവാതെ കിടക്കുന്നതിൽ വെറുതെ അരപ്പ് ചേർത്ത് ഇങ്ങനെ കുടഞ്ഞെടുക്കുക, ഇളക്കാതെ എടുക്കുകയാണെങ്കിൽ നല്ല രസമായിട്ട് കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കണേ. അപ്പം അതും ഈ ഒരു ചക്ക നമുക്ക് അതുപോലെ ചെയ്യാം. കുറേ നേരമായിട്ട് എൻ്റെ പണി തുടങ്ങിയിട്ട് തീരേണ്ടത് നന്നാക്കി പകുതി ചക്കയോളം ഉണ്ട്. പക്ഷേ എന്നാലും കുറച്ചേ ഉള്ളൂ ഇതിൻ്റെ ചോള, ചെറുതായതുകൊണ്ട്. അരിഞ്ഞു വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചക്കയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കുറച്ചധികം ചക്കക്കുരുവും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ ഇവിടെ ചക്കയ്ക്ക് അരപ്പെടുക്കുന്ന സമയത്ത് കുരുമുളക് എടുക്കും, അതുപോലെ തന്നെ കറിവേപ്പില, വെളുത്തുള്ളി, ജീരകം, കാന്താരിയാണ് കേട്ടോ എടുക്കാറ്. അപ്പോൾ ആദ്യം ജീരകം ഒന്ന് കുരുമുളക് പൊടിച്ചു. പിന്നെ നമ്മൾ കാന്താരി ഇട്ടൊന്ന് ചതച്ചു കേട്ടോ. പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തു. നമ്മൾ ഒരുപാട് അരയ്ക്കേണ്ട വരുന്നില്ലല്ലോ, ചതച്ചാൽ പോരെ. അപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചു. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടു. എന്നിട്ട് നമുക്ക് തേങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. സാധാരണ നമ്മൾ വെക്കാറ് കലത്തിലൊക്കെയാണ്. പക്ഷേ ഇത് കലത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആവാൻ ഒരുപാട് സമയം എടുക്കും. നമ്മൾ പിന്നെ ഒരു അവിയൽ പോലെയാണല്ലോ ആക്കിയെടുക്കുന്നത്, വെള്ളത്തോടെ അല്ല, എന്നാലും ഉടച്ചിട്ടല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചട്ടിയിൽ വെച്ചു. നമുക്കിനി മീൻകറി വെക്കാനായിട്ട് വറുത്തരച്ച് വെക്കാം കേട്ടോ. നമ്മളെപ്പോഴും ഒന്നെങ്കിൽ
മുളക് പൊടി ഇട്ടിട്ട് അല്ലെങ്കിൽ മീൻ മസാല ഇട്ടിട്ടൊക്കെ അല്ലേ വെക്കുക. നമുക്കൊന്ന് മുളക് വറുത്തരച്ച് വരച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിലോട്ട് കുറച്ച് മല്ലിയും കടുകും ഉലുവയും എടുത്തിട്ടുണ്ട്. കടുക് കുറച്ച് എടുത്തിട്ടുള്ളൂ, ഉലുവ പിന്നെ മീൻ കറി എടുക്കുമ്പോൾ ഒരു കുറച്ചധികം എടുക്കില്ലേ, അത്ര എടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് കുറുകലിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്, മല്ലി എടുത്തിട്ടുണ്ട്. സാധാരണ ഇവിടെ മീൻ കറി വെക്കുമ്പോൾ മല്ലിപ്പൊടി ഇടാറില്ല, സാറിന് വേണമെന്ന് തോന്നാണെങ്കിൽ മാത്രം ഇച്ചിരി എടുക്കാറുള്ളൂ. ഇത് കുറച്ച് മല്ലിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതാ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിതിലോട്ട് 3 പച്ചമുളക് ഇടുന്നുണ്ട്. പച്ചമുളക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. വേണമെങ്കിൽ മൺചട്ടിയിൽ ചൂടാക്കായിരുന്നു കേട്ടോ. ഞാൻ ആ മൺചട്ടിയിൽ ആദ്യം തന്നെ അരപ്പെടുത്ത് ഒഴിച്ച് വെച്ചു. പിന്നെ എന്തായാലും മസാല ചൂടാക്കി ചട്ടിയല്ലേ, അതുകൊണ്ട് പിന്നെ അതിലിങ്ങനെ ചൂടാക്കി. ഇതാ മീൻകറി ഇപ്പോൾ അത് അടുപ്പത്ത് വെക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ അരച്ചെടുത്ത മസാലയും പിന്നെ നമ്മൾ മൂപ്പിച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ 2 കഷ്ണം പുളി, നല്ല പുളിയുള്ള പുളി ആയതുകൊണ്ട് 2 കഷ്ണം ഇടുന്നുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ മീൻ കഷ്ണം കൂടി ഇട്ടിട്ട് ഇത് അടുപ്പത്ത് അടച്ച് വെക്കാനായിട്ട് പോവുകയാണ്. ഇതാ ചക്ക ആയിട്ടുണ്ട്. നമ്മൾ 2 അടുപ്പിലും കൂടെ വെച്ചുകൊണ്ട് വേഗം തന്നെ ആയി. മീൻകറി ആവാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ചക്ക നമ്മൾ വിചാരിച്ച പോലെ തന്നെ വെന്തിട്ടില്ല, ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തു. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു വിട്ടോ മുളി. മീൻകറി ആയോ എന്ന് നോക്കട്ടെ കേട്ടോ. കുറച്ച് നേരം ആയി അടുപ്പത്ത് വെച്ചിട്ട്, ചാറൊക്കെ വറ്റി ആയിട്ടുണ്ടോ നോക്കട്ടെ. ഇപ്പോൾ റെഡി ആയിരുന്നു കേട്ടോ, പാകത്തിന് ചാറായിട്ടുണ്ട്, കുറുകിയിട്ടുണ്ട് മീൻകറി ആവശ്യത്തിന്. പിന്നെ കുറച്ച് എണ്ണ ഒഴിക്കാവേ. നമ്മളിവിടെ വെക്കുമ്പോൾ തേങ്ങയൊന്നും അരയ്ക്കാറില്ല കേട്ടോ. ചക്കയിലും എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. നമുക്കിനി ഇറക്കി വെക്കാം. അപ്പോൾ ഇതാ കഴിക്കാൻ പോവാണേ. ചക്കത്തോരൻ, ചക്കപ്പുഴുക്കൊന്നൊന്നും പറയാൻ പറ്റില്ല, ചക്കത്തോരനും മീൻകറി. വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഇടിച്ചക്കയില്ലേ, ഇടിച്ചക്ക തോരൻ വെച്ചാൽ ടേസ്റ്റ് ഇല്ലേ, അത് തന്നെ കേട്ടോ സംഭവം, വേറെ ഒന്നുമില്ല. ചക്കയുടെ ഒരു ടേസ്റ്റും വന്നിട്ടില്ല, ഇടിച്ചക്കയുടെ ഒരു ഇതായിട്ടുള്ളൂ. പക്ഷെ മീൻകറി നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്തില്ല, അതുകൊണ്ടും കഴിക്കന്നെ. ചക്കക്കുരു മാത്രം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കഴിക്കാൻ. കുരു ചവയ്ക്കൊന്നും വേണ്ട, നാക്ക് വെച്ച് ഇങ്ങനെ ഞെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകണം, അതുകൊണ്ട് നന്നായിട്ട് വെന്തോ. ഞാൻ കഴിക്കട്ടെ. കഴിച്ചിട്ട് മുറ്റമൊന്ന് മെഴുകണം, ചാണകം മെഴുകണം. മുറ്റം ഫുള്ള് ഭയങ്കര പൊടിയാണിപ്പോൾ. അമ്മ കുറേ ദിവസമായിട്ട് മെഴുകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അമ്മ തേങ്ങ പൊട്ടിക്കലും അതിൻ്റെ കുറേ ചകിരിയും സാധനങ്ങളൊക്കെ ആയിട്ട് ഫുള്ളൊന്ന് മുറ്റത്ത് കിടക്കുമായിരുന്നു. പിന്നെ കുഞ്ഞെപ്പോഴും മണ്ണിക്കളി, ഫുൾ ടൈം മണ്ണിക്കളി, രക്ഷയില്ല ഇപ്പോൾ. ഈ ഒരു പ്രായത്തിൻ്റെ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഭയങ്കര മണ്ണിക്കളിയാണ്. അപ്പോൾ മണ്ണ് വാരി എറിയലും തലയിലൊക്കെ എപ്പോഴും പൊടി മണ്ണായിരിക്കും. അപ്പോൾ അതൊന്ന് മെഴുകി വൃത്തിയാക്കിയിടണം. മുളകിടാനായിട്ടൊന്നും മെഴുകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കാണ് നമ്മൾ പിന്നെ അപ്പുറത്തെ ചക്ക ഇട്ടില്ലേ, ആ വീട്ടിൽ പോയിട്ട് അതിൻ്റെ ടെറസിൻ്റെ മുകളിൽ നമ്മൾ മുളകിടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാലമൊക്കെ നമ്മൾ പണിതതാണ്. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല വാർക്കപ്പുറത്തോട്ട് കയറാനായിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് മുളക് അവിടെ ഇടുന്നതുകൊണ്ട് ഇപ്പോൾ മുറ്റത്ത് ഇടുന്നില്ല. മുറ്റത്ത് പിന്നെ വെയിലും കിട്ടുന്നത് കുറവായിരുന്നു. മുറ്റമൊന്ന് മെഴുകിയിടണം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരണം. ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ. മുറ്റം ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം മെഴുകാനായിട്ട്. കുറേ സാധനങ്ങളുണ്ട്, ഇതൊക്കെ ഒന്ന് എടുത്ത് അവിടെ എവിടെയെങ്കിലൊക്കെ വെച്ച് ഒന്ന് വൃത്തിയാക്കിയെടുക്കണം. ഇതെന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇടയ്ക്ക് പറിക്കലും മുളക് പറിക്കലും തേങ്ങ പൊട്ടിക്കലും ഒക്കെ ആയിട്ട് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കുഞ്ഞിനെ അംഗൻവാടിയിൽ പോയി വിളിച്ചുകൊണ്ട് വന്നു. അനന്താ മുറ്റത്ത് കൂടെ നടക്കുക. അപ്പോൾ ഇവിടെ കുറേ മെറ്റലും പാറപ്പൊടിയൊക്കെ കൂട്ടിയിട്ടുണ്ട്, സൈഡിൽ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ അവിടെ കുറേ നമ്മുടെ തേങ്ങ പൊട്ടിച്ച തൊണ്ടും ചിരട്ടയും സാധനങ്ങളൊക്കെ ഉണ്ട്. കുറേ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചത് അവിടെ കിടപ്പുണ്ട്. ഇതും കൂടെ നമുക്ക് ചാക്കിലാക്കി വെക്കാവേ. നമുക്ക് അടുപ്പിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചാൽ കത്തിക്കാം.
എല്ലാം ഒന്ന് മാറ്റിയിട്ട് അടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുക. നനച്ച് കൊടുത്തു പൊടി വറക്കാതിരിക്കാനായിട്ട്. എപ്പോഴാണ് മുറ്റത്തോട്ട് വെള്ളം ഒഴിക്കുക എന്നുള്ളത് അറിയില്ല. കുറച്ച് കോരിക്കളയണം. കുരുമുളകിൻ്റെ പൊടിയും കുരുമുളകിൻ്റെ ചണ്ടിയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ മുറ്റത്ത്. മുറ്റത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. കുറേ ചാക്കും സാധനങ്ങളും പണിക്കാരുണ്ടായിരുന്നു. അവർക്ക് പണിക്ക് പോയിട്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം എടുത്ത് മാറ്റി. ഇപ്പോൾ നാളത്തേക്ക് വേണ്ടിയുള്ള കുറച്ച് മഞ്ഞളുടെ തട, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് പണി ഇനി എന്താ വൃത്തിയാക്കാനുള്ളതും അതിലേക്ക് കുരുമുളക് വെറുക്കാനുള്ള അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇപ്പോഴും മുറ്റത്തുണ്ട്. പിന്നെ ഫുള്ളായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കി എന്നിട്ട് ഇത് ചാണകം മെഴുകാണ് കേട്ടോ. ഫ്രണ്ട് ഭാഗം നമ്മൾ സാധാരണ മെഴുകുന്ന പോലെ തന്നെ മെഴുകി, പൊടിയൊക്കെ ഉള്ള ഭാഗം, പൊടിയൊക്കെ കുറവുള്ള ഭാഗത്ത് കുറച്ചുകൂടെ വെള്ളത്തോട് കൂടിയാട്ടോ മെഴുകിയത്. അങ്ങനെ ആകുമ്പോൾ വെറുതെ ചാണകം തളിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് വൃത്തിയായിട്ട് കിടക്കും. എന്നാൽ എന്താ പറയുക, ഒരുപാട് വൃത്തിയായിട്ടല്ല, എന്നാലും ഈ പൊടി അങ്ങനെ ഒട്ടും പറക്കത്തുമില്ല. ചാണകം മെഴുകി കഴിഞ്ഞാലൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ ഉള്ളിലൊന്നും ഒട്ടും അങ്ങനെ പൊടി വരത്തില്ല കേട്ടോ. വേനൽക്കാലമായി അല്ലെങ്കിൽ നല്ല പൊടിയായിരിക്കും അല്ലേ, അങ്ങനെ ഇതുകൊണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊന്നും അങ്ങനെ പൊടിയിൽ കളിക്കാനായിട്ടും പറ്റത്തില്ല. പിന്നെ കുറേ അമ്മ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചാണകം മെഴുകാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ മുറ്റം ഫുള്ള് മെഴുകി വരിക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സമയമെടുക്കും. ഒരു വലിയ മുറ്റമാണ് കേട്ടോ. നമുക്ക് 3 സൈഡിലോട്ട് ഇങ്ങനെ മെഴുകാനായിട്ടുണ്ട്. അപ്പോൾ അത്രയും ഭാഗം മെഴുകാൻ ഇച്ചിരി പാടായിരുന്നു. ഫ്രണ്ട് സൈഡിലൊക്കെ അത്യാവശ്യം നല്ല കട്ടിയായിട്ട് തന്നെ ചാണകം ഒഴിച്ചിട്ടാണ് മെഴുകുന്നത്. പിന്നെ വഴിയും കൂടെ ഒന്ന് മെഴുകണം. വഴിയിൽ നല്ല രീതിയിൽ മണ്ണുണ്ട്. പിന്നെ ഒരു മഴയൊക്കെ ചാറിക്കഴിഞ്ഞാൽ ഇത് പോകും കേട്ടോ. പിന്നെ നമ്മളൊരു 3-4 പ്രാവശ്യം മെഴുകുമ്പോഴാണ് ശരിക്കും നല്ല വൃത്തിയായിട്ട് കിടക്കുക. കുറച്ച് നാളിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ചാണകം കളയുമ്പോൾ നമ്മൾ വഴി ഫുള്ള് മെഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരെ കറക്റ്റ് മെഴുകിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അങ്ങോട്ട് നന്നായിട്ട് ചാണകം നല്ല കട്ടിക്ക് തെളിച്ചു കൊടുക്കുക കേട്ടോ ചെയ്തത്. വഴി മെഴുകൽ ഇച്ചിരി പാടെ ചെരിഞ്ഞെടുക്കുന്ന സ്ഥലമായതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ഫുള്ള് മെഴുകിയേ. ഇത് ഞാൻ പിറ്റേ ദിവസം കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം മെഴുകിയേക്കുന്നതുകൊണ്ട് ഒന്നും അറിയത്തില്ലായിരുന്നു. കളർ പല സ്ഥലത്തും പല കളറാകുമ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കുഴിഞ്ഞ കിടന്ന്, ഇവിടെ കുറച്ച് പാറപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞ് എപ്പോഴും കളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മണ്ണിട്ട് ഉറപ്പിച്ചിട്ട് അവിടെ മെഴുകിയത്. നമ്മുടെ കളർ വ്യത്യാസം വന്നേക്കുന്നത്. പിന്നെ ഇതിങ്ങനെ ഫുള്ള് അവിടെ വരെ മെഴുകിയായിരുന്നു കേട്ടോ. പോകാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് തേച്ചെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞിന് കുറച്ച് സിമ്പിളായിട്ടുള്ള ഇതുപോലത്തെ കുഞ്ഞ് ഉടുപ്പുകൾ എടുത്തു. ഇത് കോട്ടൺ ടൈപ്പ്, അതിൽ കോട്ടൺ മിക്സ് ആയിട്ടൊക്കെ ഉള്ള ഉടുപ്പ്. നല്ല രസമുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ. ബട്ടർഫ്ലൈ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ ഇത് നോർമൽ കോട്ടൻ്റെ ഉടുപ്പ്. ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉടുപ്പാണേ. പിന്നെ കുറച്ച് ഷോർട്ട്സ് പോലത്തെയൊക്കെ ഡ്രസ്സുകളാട്ടോ പിന്നെ എടുത്തിരിക്കുന്നത്. കുറച്ച് ഉണങ്ങാത്തതുണ്ട്. 2 സെക്ഷനൊക്കെ ആയിട്ടാണ് ഞാൻ അലക്കിയത്. പിന്നെ എനിക്ക് ജീൻസും ഷർട്ടും ടീഷർട്ടും എടുത്ത, ഉണ്ണിയേട്ടന് ഷോർട്ട്സും ടീഷർട്ടും ആയിട്ട് എടുത്തിരിക്കുന്നത്. ചൂടായിരിക്കുന്നു പറഞ്ഞു അവിടെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ കേരളത്തിലത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ടുള്ള ചൂടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അട്ടപ്പാടിയത്തെ വെച്ച് നോക്കുമ്പോൾ നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ഡ്രസ്സ് എടുത്തത് തന്നെ. ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂഷനാണ്. ഒന്നും അങ്ങോട്ടൊരു ഓർഡർ ആയിട്ടില്ല. ഇതുവരെ അത്ര ദൂരത്തേക്കൊന്നും ഇങ്ങനെ പോയിട്ടില്ല. അതുകൊണ്ട് എന്തൊക്കെ വേണം എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയത്തില്ല. നമ്മൾ പോകുന്നത് ട്രെയിനാണ്, ഇവിടെ നിന്ന് പോകുന്ന ട്രെയിനാണ്. പിന്നെ ഫ്ലൈറ്റിനുണ്ട് കേട്ടോ. ലക്ഷദ്വീപ് ആയതുകൊണ്ട് ഫ്ലൈറ്റിനാണ് പോകുന്നത്. അപ്പം എന്തൊക്കെ വേണമെന്നുള്ളതിനെ പറ്റിയൊരു കൃത്യമായിട്ടുള്ള ധാരണയൊന്നും ആയിട്ടില്ല. ഒന്നും അങ്ങനെ കറക്റ്റ് നോക്കിയിട്ടുമില്ല. അപ്പോൾ ഒന്ന് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് നോക്കണം. ഞാൻ നമ്മുടെ യൂട്യൂബിലൊരു പോസ്റ്റ് ഇട്ടാലോന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമുക്ക് ചില അത്യാവശ്യ സാധനങ്ങളുണ്ടാകും. പക്ഷെ നമ്മളൊന്നും അങ്ങനെ ഡ്രസ്സ് അങ്ങനെ സാധനങ്ങൾ എടുക്കുന്നതല്ലാതെ ചില കാര്യങ്ങൾ വിട്ടുപോകുമല്ലോ. ഇപ്പോൾ അങ്ങനെ ആർക്കും പോണവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് ഓർമ്മ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പോസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചിരിക്കുക. എന്തായാലും അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഒരു പോസ്റ്റ് ഇടാനായിട്ട്. കാര്യമായിട്ട് അയൺ ചെയ്യാനായിട്ടുള്ളതൊന്നുമില്ല കേട്ടോ. ചെറിയൊരു ചുളുക്കുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുത്തു. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു വെപ്രാളാണ് ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോ. ഞാനിപ്പോൾ നമ്മൾ പോണതിന് മുന്നേ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആദ്യമായിട്ടാണ് ഇത്ര ദൂരെ പോകണം, ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ തന്നെ ഒരു പകുതി ഒരു സമാധാനം, ഇതൊരു സമാധാനം കിട്ടില്ല. അപ്പോൾ എന്തായാലും
ഞാനൊരു പോസ്റ്റ് ആരൊക്കെ റിപ്ലൈ തരുന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ ഇട്ട് നോക്കാം കേട്ടോ. എന്നാലും ആരെങ്കിലൊക്കെ തരുമ്പോൾ നമുക്ക് ഭയങ്കര ഹെൽപ്പാവും കേട്ടോ. എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായിരിക്കും. ഞാനിപ്പോൾ എന്തൊക്കെയാണ് വാങ്ങി വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ഡയപ്പർ വാങ്ങി. കുഞ്ഞിനിപ്പോൾ ഡയപ്പർ ഇട്ട് കൊടുക്കാറേയില്ല. ഒരു ഡയപ്പർ ഫുൾ ഒഴിവാക്കി ഡയപ്പർ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ എനിക്കൊരു പേടി, കുറച്ച് നാളെ ഇപ്പോൾ ഡയപ്പർ ഇട്ട് കൊടുക്കാതെ. എന്നാലും ഡയപ്പർ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ പോയിട്ട് നിൽക്കുന്ന സമയത്ത് എങ്ങാനും ചില ദിവസം രാത്രി ഒഴിക്കാറുണ്ട്, മൂത്രം ഒഴിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങിയൊക്കെ പോയാൽ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒന്ന് മൂത്രം ഒഴിപ്പിക്കുക കേട്ടോ ചെയ്യുക കുഞ്ഞിനിപ്പം 2.5 വയസ്സാവുന്നു. അപ്പോൾ അതുകൊണ്ട് ഡയപ്പർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞിന് അത്യാവശ്യമുള്ള മരുന്നുകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നോക്കോൾഡ്, പാരസെറ്റമോൾ അങ്ങനത്തെയൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെന്താ, കുഞ്ഞിന് അങ്ങനത്തെയൊക്കെ തന്നെ അത്യാവശ്യമുള്ളതൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് തലവേദനയുടെ ഗുളിക, പിന്നെ ഗ്യാസിൻ്റെ ഗുളിക, അങ്ങനെയൊക്കെ അത്യാവശ്യമുള്ള 2-3 ഗുളിക എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഡ്രസ്സ് സാധനങ്ങൾ അങ്ങനത്തെയൊക്കെ തന്നെ എടുത്തേക്കുന്നത് കേട്ടോ. വേറെ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. എനിക്ക് ഓർമ്മയിലൊന്നും വരണമില്ല. സോപ്പ്, ഒരു പേസ്റ്റ്, പിന്നെ ബ്രഷൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് തന്നെ. ഞാൻ നോക്കി വരുമ്പോൾ അറിയാം എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്ന് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും ഞാനൊരു പോസ്റ്റ് ഇടട്ടെ. അല്ല വേണ്ട, തേച്ച് കഴിഞ്ഞിട്ടിടാം. ഇവിടുന്ന് പോകുമ്പോൾ ഉടനെ ഇട്ടിട്ട് പോകണ ഷർട്ടാണ് കേട്ടോ. അപ്പം അതും കൂടെ ഒന്ന് തേച്ച് വെക്കാം. ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളേ. തിരക്ക് വർക്കാണ്. പോണേന് മുന്നേ ഒന്ന് തീർക്കാനായിട്ടേ, ഒന്ന് എവിടെയെങ്കിലൊക്കെ ലെവലാക്കാതെ പോകാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഉണ്ണിയേട്ടൻ അതിൻ്റെ തിരക്കിലോട്ടാണിപ്പോൾ. എല്ലാവർക്കും പോണേൻ്റെ ഒരു ആകാംക്ഷ ഭയങ്കര കൂടുതലാണ് കേട്ടോ. ആദ്യമായിട്ട് പോണേൻ്റെയാണ്, വേറെ നല്ല സംഭവം. ഒരു ട്രിപ്പൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ അത് ചിലപ്പോൾ അത്ര ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഇതാ കഴിക്കാനായിട്ട് പോവാണേ. കഞ്ഞി, നല്ല മട്ടരി കഞ്ഞി, ചൂടോടെ ഇപ്പോൾ വെച്ച കഞ്ഞിയാണേ. അതിലോട്ട് നമ്മുടെ ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ ചക്കത്തോരൻ എന്നൊക്കെ പറയാമല്ലോ, കുറച്ച് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മീൻ കറിയും കൂടെ ഒഴിക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് കേട്ടോ കഴിക്കാൻ പോകണമെന്ന്. പിന്നെ കുറച്ച് കാന്താരി ചമ്മന്തി രാവിലത്തെ, കുറച്ച് നാരങ്ങ അച്ചാറും. നല്ല ചൂട് കഞ്ഞിയാണേ. കുറച്ച് ചക്കയും കുറച്ച് മീനും കുറച്ച് അച്ചാറെല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിക്കുവാണേ. അടിപൊളിയുണ്ട്, നല്ല ചൂടുണ്ട്. അമ്മ തരാം. ചക്ക തീരെ മൂത്തില്ല. ചക്ക കുരു വേണമെന്ന് പറയുന്ന. ഇതൊരു കഞ്ഞി കുടിക്കുന്ന പാത്രമാണ് കേട്ടോ. കഞ്ഞി കുടിക്കാനായിട്ട് വാങ്ങിയ പാത്രമാണ്. ഇതുവരെ കഞ്ഞി കുടിച്ചിട്ടില്ല. ഇതിൽ ആദ്യമായിട്ടാട്ടൊന്ന് കുടിക്കണേ. എല്ലാം കൂടെ ഇളക്കിയിട്ട് കഴിക്കാൻ പോവാ. എല്ലാം കൂടെ ഇളക്കി കഴിക്കണ കാണുമ്പോൾ അത്ര നല്ല സുഖമുള്ളൊരു കഴിച്ചായിരിക്കില്ല, പക്ഷെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. എത്ര ഉള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അടുത്ത വീഡിയോ നമ്മുടെ ട്രാവൽ വ്ളോഗ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ, ടേക്ക് കെയർ. നാളെ കാണാം. ഞങ്ങൾ ലക്ഷദ്വീപ് പോയിട്ട് ഒന്നുകൂടെ വരാന്നോ? കഞ്ഞി കുടിച്ചോ, ചൂട് കഞ്ഞി. എങ്ങനെയുണ്ട് പൊന്നാ? സൂപ്പറാണോ? സൂപ്പറാ? വായിന്നൊക്കെ തെറിക്കുവാണല്ലോ. എന്നിട്ട് അമ്മ തരാ, വാരി തരാ. വാരി കഴിക്കാൻ പോവാണോ? അപ്പോൾ ശരി കേട്ടോ, നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവരെയും കൊണ്ടുപോകാം കേട്ടോ ലക്ഷദ്വീപിലോട്ട്, അല്ലേ?